ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷനായിട്ട് പുറത്ത് നിൽക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അങ്ങോട്ടേക്ക് കൺമണി വരുന്നു. എന്താ സാർ ഇങ്ങനെ നിൽക്കുന്നത്? വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് നിന്നതാണെന്ന് പറയുന്നു കേട്ടോ. അച്ഛനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി സാർ എന്തായാലും അച്ഛനോടൊന്ന് വിളിക്കുമ്പോൾ സാറിനും ഒരു സന്തോഷമാവില്ലേ? അതുകൊണ്ട് തന്നെ സാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി സാറിനോട് എനിക്ക് പറയാനുണ്ടെന്ന് പറയുന്നു. എന്താ കൺമണി? സാഗർ സാർ നമ്മുടെ കാര്യം അംഗീകരിക്കുമോ? അംഗീകരിച്ചില്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക എന്ന് ചോദിക്കുന്നു. അങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ വരച്ച ഡിസൈൻ അതിൽ തന്നെ അച്ഛൻ വീണ് കഴിഞ്ഞു. അപ്പോഴത്തേനും നിന്നെ അച്ഛൻ്റെ മരുമകളാക്കി സ്വീകരിക്കാൻ അച്ഛന് മടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എനിക്കെന്തോ ഒരു പേടി പോലെ തോന്നുന്നു. എന്തോ ഒരു ഭയപ്പെടുത്തുന്ന കാര്യം നടക്കാനായിട്ട് പോകുന്നതെന്ന് തോന്നുകയാണെന്ന് പറയുന്നു കേട്ടോ. അപ്പം കൃഷി പറയുന്നു, ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ്. കൺമണിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരാനായിട്ട് പോവാണ്. അത് കൺമണി തരണം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്കും അറിയില്ല എന്ന് പറയുന്നു. എന്താ സാർ അത് പറയുമ്പോഴത്തേനും എന്നെ ജീവിതകാലം മുഴുവൻ സഹിക്കണ്ടേ? അതിനൊരു പ്രത്യേക തര കഴിവ് വേണം കേട്ടോ കൺമണി എന്ന് പറയാം കേട്ടോ. അതിനൊക്കെ എനിക്ക് സാധിക്കുമെന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ അച്ഛനെയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയതിന് ശേഷം തന്നെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മോൾക്ക് നല്ലത് മാത്രം വരണം, അതുപോലെ അവളുടെ ഡിസൈൻ എല്ലാവരും അംഗീകരിക്കണം. അവൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലം അവൾക്ക് തന്നെ കിട്ടണം, അവൾക്കൊരു നല്ല കാലം വരണം എന്നൊക്കെ. അങ്ങനെ ഉണ്ണി തിരുമേനി പറയുന്നുണ്ട്, മുത്തശ്ശ ഒരിക്കലും ഇനി പേടിക്കേണ്ട, കൺമണി ചേച്ചിക്ക് ഇനി നല്ല കാലം തന്നെയാട്ടോ വരാനായിട്ട് പോകുന്നത്. കൺമണി ചേച്ചി ഇനി ഉയരങ്ങളിൽ പോവും, സങ്കടങ്ങളൊക്കെ മാറുമെന്ന് പറയുന്നു. ഉണ്ണിത്തിരുമേനി പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നു കേട്ടോ. ദൈവത്തെ പോലെയാണ് ഉണ്ണിത്തിരുമേനിനെ കാണുന്നതെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും ദൈവമില്ലേ, അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞതെന്ന് പറയുന്നു കേട്ടോ. പിന്നെയും കൃഷ്ണൻ കൺമണി ഫാക്ടറിയിലേക്ക് പോകാനായിട്ട് വരുന്നു. അങ്ങനെ കേണലിനോട് ചോദിക്കുന്നുണ്ട്, സാറും വരണം ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല, ഇപ്പം നിങ്ങളുടെ ഫാക്ടറിയാണത്, നിങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത്, ചെല്ലു എന്ന് പറയുന്നുണ്ട്. അതെന്താ സാറും കൂടി വന്നാൽ? എനിക്കിപ്പോൾ വരാൻ നിവർത്തിയില്ല, കാരണം അത് തുറപ്പിച്ച് നിങ്ങളെയാണ് അവർക്ക് ആവശ്യം. നിങ്ങളെ രാജാവും രാജ്ഞിയെ പോലെ അവർ കരുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മാത്രം പോയാൽ മതി. ഇനി അലികയിലേക്ക് തിരിച്ചു പോയാലും ഇടയ്ക്ക് വന്ന് ഫാക്ടറി അന്വേഷിക്കുകയൊക്കെ വേണം. ഇനി എല്ലാ ചുമതലകളും നിങ്ങൾ രണ്ടുപേരെയാണ് ഞാൻ ഏൽപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇന്ന് വന്നതിന് ശേഷം തന്നെ സാഗറിനെ അച്ഛനെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അതിനൊരു ധാരണയിൽ വരുത്തിയതാണ്. സാർ എന്തായാലും വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് വേണ്ടത്, എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി മറികടക്കുമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ പോയിട്ട് വായോ എന്ന് പറയുന്നു. പിന്നെ സുമിത്രയാണ് കാണിക്കുന്നത്. അങ്ങനെ ഫോൺ ചെയ്യാട്ടോ. അങ്ങനെ വക്കീൽ, എന്താ വക്കീൽ കാര്യങ്ങൾ, അവളെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മാഡം കിട്ടിയില്ല, എല്ലാ സ്റ്റേഷനിലും എൻ്റെ ആളുകളുണ്ട്, എവിടെ പോയാലും അവളെ കണ്ടുപിടിക്കണം. ഇന്ന് രാത്രിയോടുകൂടി അവളെ കണ്ടുപിടിച്ചെങ്കിൽ ആകെ പ്രശ്നം വഷളാവും. നാളെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കുന്നത്, അവൾ പുറത്തുണ്ടെങ്കിൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ പിടിപ്പുകേടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എന്നും ആ ലോയർ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പറ്റിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് അന്വേഷിക്കണേന്ന് പറയുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ. സുമിത്രാജി ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. പിന്നെ സാഗറിനെ അവസാനിപ്പിച്ചാൽ മാത്രം മതിയോ? ആ കുടുംബത്തിലെ എല്ലാവരെയും അവസാനിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? ആദ്യം സാഗർ അവസാനിക്കട്ടെ, അങ്ങനെ ബലരാമൻ ജയിലിൽ പോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഞാൻ ഏറ്റു, അങ്ങനെ എൻ്റെ പക വീടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നടക്കട്ടെ. പിന്നീട് ഫാക്ടറിയിലേക്ക് പോകുന്നു കേട്ടോ. അവിടുത്തെ ആളുകളെല്ലാം തന്നെ കൺമണിക്കും കൃഷിനും നല്ലൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ മാലയൊക്കെ അണിയിച്ച് ഒരു സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ശിവശക്തി സങ്കല്പമാണ്, നിങ്ങൾ ശിവനെയും പാർവതിയും പോലെയാണ് ഞങ്ങൾക്ക്, അത്രയും നല്ല പൊരുത്തമുള്ള ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനെ അവിടെ ഒരു ചേച്ചി പറയുന്നുണ്ട്, താലി വെച്ച് പൂജിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്, വളരെയധികം സ്നേഹമുള്ള ആൾക്കാരാട്ടോ നിങ്ങൾ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ ആ ഫാക്ടറി ഒന്ന് വിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യണം, ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷിനെയും കൺമണിയുടെയും തലയിൽ ഒരു കിരീടം പോലെയുള്ളതൊക്കെ വെച്ചതിന് ശേഷം തന്നെ, നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് തുല്യരാണെന്ന് പറയുന്നു കേട്ടോ. ഇനി നിങ്ങൾ വേണം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്, ഞങ്ങളുടെ അന്നം തന്നിട്ടുള്ള പൂർണേശ്വരിയാണ് കൺമണി, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ആ ഒരു ഉദ്ഘാടനം നടത്തുന്നു കേട്ടോ. നിങ്ങൾ ഒരുപാട് കാലം സന്തോഷത്തോടുകൂടി ജീവിക്കണം, അതിനാണ് ദൈവം നിങ്ങൾക്ക് രണ്ടുപേരെയും ഒന്നിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ
ഔദ്യോഗികമായിട്ട് ആ ഫാക്ടറി വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് സാഗറിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു ശങ്കർ മോഹൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ശങ്കർ മോഹൻ ആദ്യം ഒന്ന് ഭയപ്പെടുത്തുന്നുണ്ട്. ഇതുപോലത്തെ ഡിസൈനാണോ സാഗർ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത്? ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ വേറൊരു രീതിയിലാണെന്ന് പറയുന്നു. എന്ത് പറ്റി സാർ എന്ന് പറയുന്നു. അതിഗംഭീരമാണ്. ഇത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എത്രയോ എത്രയോ മടങ്ങ് അതിസുന്ദരമാണ് ആ ഡിസൈൻ എന്ന് പറയുന്നു കേട്ടോ. ഞങ്ങൾ അലികയെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി എല്ലാ പ്രോജക്റ്റും അലികയ്ക്കുള്ളത് തന്നെയാണ്. അലിക ഉയരങ്ങളിലേക്ക് വളരും എന്ന് പറയുന്നുണ്ട്. ആ ഡിസൈൻ അതിഗംഭീരമായിരിക്കുകയാണ്. പിന്നെ ആ ഡിസൈൻ വരച്ചിട്ടുള്ള ആ കുട്ടിയില്ലേ കൺമണി, അവളെ വിട്ട് കളയരുത് സാഗർ. അവൾ നിങ്ങളുടെ കമ്പനിയിലെ ഒരു അസറ്റാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇല്ല സർ, ഞങ്ങൾ അവളെ വിട്ട് കളയില്ല എന്ന് പറയുന്നുണ്ട്. അഥവാ കൺമണി അലികയിൽ നിന്ന് പോരുകയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം. എനിക്ക് വേണം, ഞങ്ങളുടെ കമ്പനിയിലേക്ക് വേണം ഞങ്ങളുടെ ആ കൺമണിയെ എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ ഞങ്ങൾ ആർക്കും കൊടുക്കാനായിട്ട് നിൽക്കുന്നില്ല. കൺമണി ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാവും. എന്തായാലും ആ ഡിസൈൻ അംഗീകരിച്ചതിന് ഒരുപാട് നന്ദി. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മെയിൽ അയക്കാമെന്ന് പറയുന്നു കേട്ടോ സാഗറിനോട്. അപ്പോഴത്തേനും സാഗറിന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെ സുജു, ആ ചേച്ചിയമ്മേ, മാനസേ എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്ത് പറ്റി സാഗർ എന്ന് പറഞ്ഞിട്ട് സുജു വരുന്നു. അനിയൻ കൂട്ടാന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മയും മാനസയും ഓടിക്കൊണ്ട് വരുന്നു കേട്ടോ. സുജു ഒരുപാട് സന്തോഷമുള്ള കാര്യം പറയാനായിട്ട് പറഞ്ഞതാണ്. ശങ്കർ മോഹൻ വിളിച്ചു. അലിക ഇനി ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് പോകുന്നു. അവൾ വരച്ച ആ ഡിസൈൻ ഉണ്ടല്ലോ കൺമണി, അത് ഗംഭീരമായിട്ടുണ്ട്. അലികയ്ക്ക് വളരെ ഒരു അസറ്റാണ് അവൾ എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ ചേച്ചിയമ്മേ അടിപൊളിയായിട്ടുണ്ട് അവളുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ചേച്ചിയമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ മാനസയുടെ മുഖം ഒട്ടും തെളിഞ്ഞിട്ടില്ല കേട്ടോ. അതിനുശേഷം തന്നെ സാഗർ പറയുന്നുണ്ട്, ശങ്കർ മോഹൻ എന്താ പറഞ്ഞതെന്നറിയോ? അലികയിൽ നിന്ന് കൺമണി പോരുകയാണെങ്കിൽ അവളെ ശങ്കർ മോഹൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അത്രയും മിടുക്കിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ ഒരു അസറ്റാണെന്നുള്ള രീതിയിൽ പറയുന്നു. അവൾ ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൺമണിയെ വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത്രയും ഗംഭീരമായിട്ടുണ്ട്. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്ത മാനസി എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല അങ്കിളെ എന്ന് പറയുന്നുണ്ട്. എല്ലാ ശത്രുതയും മറക്ക്. നമ്മുടെ കമ്പനിയിലേക്ക് വലിയൊരു ലാഭം കിട്ടിയ കാര്യമല്ലേ. കൺമണിയുമായിട്ടുള്ള ശത്രുതയ്ക്ക് മോള് മറക്കെന്ന് പറയുന്നു കേട്ടോ. പക്ഷേ മാനസയ്ക്കുണ്ടോ മറക്കാൻ ഇഷ്ടം? മാനസയ്ക്ക് ഒന്നിൽ കൂടുതൽ ദേഷ്യം വരികയല്ലേ ചെയ്യുള്ളൂ. പക്ഷേ സാഗറിനാണെങ്കിലോ ഒത്തിരി ഇഷ്ടപ്പെടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെയും കൃഷ്ണനെയും കൺമണിയും കാണിക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുക. വാസുകി കേട്ടോ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്നം കിട്ടാണ്ടായിരുന്നേനെ. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി തുറന്നു ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളുടെ ജീവനെ നിങ്ങൾ സംരക്ഷിച്ചു. ഇനി എന്നും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസരം കൂടി ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ സാറ് കാരണമാണ്. സാറ് വന്നതോടുകൂടിയല്ലേ ഇതൊക്കെ തെളിഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ടുള്ള ഇവൾ കൺമണി കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ 2 പേരും ചേർന്നിട്ടല്ലേ ഈ ഫാക്ടറി തുറന്നത്. കൺമണിക്കാണ് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അവളില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കില്ല. ഓരോ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്നെ നേർവഴിക്ക് നടത്തിയതും എനിക്കത് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി കിട്ടിയതും ഇവളിലൂടെയാണെന്ന് പറയുന്നു. വെറുതെ അല്ല ഞങ്ങളുടെ മൂപ്പൻ പറഞ്ഞത്. ശിവശക്തി സങ്കല്പമാണ് നിങ്ങളുടെ. നിങ്ങൾ 2 പേരും ഒരുമിച്ചുണ്ടെങ്കിലാണ് കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ മുന്നോട്ട് പോവുള്ളൂ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നു. പിന്നീട് സാഗർ നമ്മുടെ കൺമണിയും കൃഷ്ണനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. വാസുകി പോയതിന് ശേഷം കൺമണി പറയുന്നുണ്ട്, ഇതെല്ലാം നടന്നില്ലേ, ഇനി സാഗർ സാറിനെ ഒന്ന് വിളിക്കുക, അച്ഛനെ ഒന്ന് വിളിച്ച് സംസാരിക്കുക സാർ എന്ന് പറയുന്നു. ശരി കൺമണി, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്ന രീതിയിൽ കൃഷി പറയട്ടോ. അങ്ങനെ സാഗറിനെയും കൃഷിനെയും പ്രശ്നങ്ങളൊക്കെ മാറണം. കാരണം സാഗർ ഇപ്പോൾ സന്തോഷിച്ചിരിക്കില്ലേ, കൺമണിയോട് ദേഷ്യവും ഇല്ല. എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. പ്രമോ ആയിട്ട് വീണ്ടും നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ.